ഹായ്, സിംപിളി സവാരിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിജു ചെറുതാഴം. ഇന്ന് ഉള്ളത് കണ്ണൂർ ടൗണിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ്, ഒരു വീട്ടിലാണുള്ളത്. ഞങ്ങളീ പുറകെ കാണുന്ന വീട്, ഈ വീട് മാതൃഭൂമി പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു വീടാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മണ്ണ് കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളീ കാണുന്ന ഈ കല്ല് ഈ തൂണ് നിർമ്മിക്കാനും പിന്നെ ഈ അടിയിൽ നമ്മുടെ തറയൊക്കെ ഉണ്ടാക്കാനും മാത്രമാണ് കല്ല് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി വീട് നിർമ്മിച്ചിരിക്കുന്നത് സാധാ മണ്ണ്, നമ്മുടെ പറമ്പിലൊക്കെയുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടാണ് വീട് മൊത്തം കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേകതയുള്ള വീടാണ്. ഇതിൻ്റെ ഉള്ളിൽ മാത്രം കൺസ്ട്രക്ഷനാണ്. സിമൻറ്റ് അധികം ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഒരു ഒന്നാം നില ഒരു മുകളിലൊരു കോൺക്രീറ്റ് ചെയ്യാനും പിന്നെ സ്റ്റെയർ കേസിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും മാത്രമാണ് സിമൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കാഴ്ചകളാണെന്ന് നമ്മുടെ ഈ ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുനിലേട്ടനെ കണ്ട് ഈ വീടിൻ്റെ നിർമ്മാണവും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് മെല്ലെ ഉള്ളിലേക്ക് പോകാം. സുനിലേട്ടാ, പിന്നെ ഈ വീട് ശരിക്ക് എത്ര വർഷമായി എടുത്തിട്ടത്? 8 വർഷമായല്ലേ? മൊത്തം മണ്ണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേ മലപ്പുറത്തിനിപ്പുറം പുതിയ രീതിയിലുള്ള മണ്ണ് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ നമ്മളെ കട്ട വീടുകൾ പണ്ടൊക്കെ ഉള്ള ടൈപ്പ് ഉണ്ടായിരുന്നു. അന്നേരം ആദ്യത്തെ ഇങ്ങനെ ഒരു മണ്ണ് വീട് എന്നുള്ള രീതിയിൽ പണി തുടങ്ങിയ വീട് ഇതാണ്. കാരണം എന്ന് വെച്ചാൽ അതെന്തോ കാരണം എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഞാൻ വീടെടുക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. ഭാര്യ കണ്ണൂർ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലായിരുന്നു അന്നേരം. ഞാനും കണ്ണൂർ. പിന്നെ കൂവേരിയാണ് എൻ്റെ വീട്. അന്നേരം അങ്ങോട്ട് പോയി വരവ് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അന്നേരം എവിടെയും വീടെടുക്കണം എന്നുള്ള കണ്ണൂർ എവിടെയും അങ്ങനെ തപ്പിയവരാണ് ഈ സ്ഥലം കിട്ടിയത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ അത് കാരണം കുറച്ചും കൂടെ പ്രകൃതിനെ ദ്രോഹിക്കാത്ത ഒന്നാവണം എന്നൊരാഗ്രഹം നേരത്തെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ മണ്ണ് വീടിൻ്റെ തുടങ്ങിയ യൂജിൻ ഭണ്ഡാരിയോടൊപ്പം ആദിവാസി മേഖലകളിലൊക്കെ പോകാനൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. അന്നേരം ഞങ്ങൾ ഇതിങ്ങനെ ചർച്ചകളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഇത് തുടങ്ങുമ്പോൾ അന്നേരമാണ് ധർമ്മശാലയുള്ള വിനോദ് എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റ് ഇങ്ങനെയുള്ള മണ്ണ് എന്നല്ല മറ്റേ രീതിയിൽ അധികം സിമെന്റിലധികം കളിക്കാത്ത ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളിയെ പരിചയപ്പെടുന്നത്. പുള്ളിയോട് ചോദിച്ചപ്പോഴും മണ്ണിൽ എടുക്കാം പുള്ളിയുടെ ആദ്യത്തെ ഇതാണ്. അവസാനം തിരുവനന്തപുരത്ത് പോയി പണിക്കാരെ സംഘടിപ്പിച്ചു വന്നു. ഇവിടെയുള്ള ആർക്കും അറിയില്ല. അങ്ങനെ ആ പണിക്കാരാണ് ഇത് ചെയ്തത്. അന്നേരം ഇത് ഒറ്റക്ക് നമ്മളിത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരടി അല്ല 1 മീറ്റർ ഹൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസം ഉണങ്ങാൻ വെക്കണം. അന്നേരം ഈ പണിക്കാരെ ആ 4 ദിവസം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള അന്നേരമാണ് നമ്മുടെ ഇപ്പോൾ ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ഹരിയും ആശയും ഒക്കെ വീടെടുക്കാൻ വേണ്ടി ആലോചനയുണ്ടായിരുന്നു. അന്നേരം അവരെയും ഇതൊക്കെ അന്നേരം മട്ടന്നൂർ ഒരു പ്രൊഫസർ അദ്ദേഹവും അന്നേരം ഈ പണിക്കാര് അല്ല ഈ പണി കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും. അങ്ങനെ ആ പണിക്കാരങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വലിയ കാരണം ഇവിടുത്തെ പണിക്കാരൊന്നും ഇല്ല. പിന്നെ ഇതിനുള്ള കുറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ആർക്കിടെക്റ്റിന്റെ തന്നെ ആദ്യത്തെ വർക്കാണ്. നമുക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിട്ടില്ല. അതായത് കാരണം ഇതിന് ഈ വീടിന് മറ്റേ വീടുകൾക്കൊന്നും ഇല്ലാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂലക്ക് പോലും കല്ലില്ല. മൂലക്ക് കല്ലില്ലാണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് റിസ്ക് എടുത്ത് സാധാരണ രീതിയിൽ കല്ല് വെക്കും. കാരണം അങ്ങനെ മൂലക്ക് എന്തെങ്കിലും മഴയെല്ലാം വന്നിടിക്കുന്നു. അന്നേരം ഇതിന് ഡയറക്റ്റ് ഇങ്ങനെ വെള്ളം വീഴരുത്, ചായ വരാം. പക്ഷെ എന്തെങ്കിലും തരത്തില് വെള്ളം മുകളിൽ നിന്ന് അവരുടെ ചോർന്നാൽ ഇത് ഇടിയും. ശരിക്കും ചുമര് കംപ്ലീറ്റ് ഇപ്പൊ ഇതൊക്കെ മണ്ണല്ലേ വരുന്നത്? എല്ലാം മണ്ണ്. ഇപ്പൊ ഈ കല്ല് എന്ന് പറയുന്നത് ഇപ്പൊ തൂണ് ഈ അടിയിലെ ഒരു നിര കണ്ട അത് ഉരുളം കല്ല്. ഇങ്ങനത്തെ തറയും കല്ലാണ്. തറയുടെ മുകളിൽ ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒരു ഈ ലിൻഡല് ഈ ബാറ് അത് കോൺക്രീറ്റ് ആണ്. പിന്നെ ഈ തട്ട് ഓട് വെച്ചിട്ടുള്ള
കോൺക്രീറ്റാണ്. ബാക്കി മണ്ണെന്നെ. ബാക്കിയെല്ലാം മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പറമ്പിലെ സാധാ മണ്ണാണോ? സാധാ മണ്ണ്. അത് കക്ക മണ്ണിൻ്റെ ഒന്നിച്ചിട്ട് നീറ്റും. നീറ്റിയിട്ട് അത് ചവിട്ടി 2-3 ദിവസം വെച്ച് അന്നേരം ഇതാവും. അതിൻ്റെ ചവിട്ടി കുരട്ടും. എന്നിട്ട് പുളിപ്പിക്കാൻ 2-3 ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിങ്ങനെ ആനക്ക് നമ്മൾ ചോറ് കൊടുക്കും. ഇങ്ങനെ ഉരുള ഇതാക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇത്ര ഹൈറ്റ് ആകുമ്പോൾ നമ്മൾ ഈ കൊലക്കെല്ലാം കെട്ടുന്ന കയറില്ല, ആ കയറ് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഇടയിലേക്ക് കൂടി അങ്ങ് വെച്ച് ഇട്ട് കൊടുക്കും. ഒരു ഇത് അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ ഇത്ര പോലെയാക്കും. ലെയറായിട്ടാണ് ഇത് മേലെ. അത് കറക്റ്റ് ഉണങ്ങി പിടിക്കണത്. അത് അവര് കൈ കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ. ഒരു അളവ് വെറും ഒരു കയറ് കെട്ടും, ബാക്കിയെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും. ഇതൊരു നേരത്തെ ഇതിനായിട്ടും പറഞ്ഞല്ലേ, ഇതൊരു ഇതില്ലേ മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണല്ലേ, വീഴുവോന്നില്ല. മണ്ണ് ഏറ്റവും ഉറപ്പുള്ളൂ. ഇപ്പം പഴയ വീടുകൾ, ഇപ്പം കർണാടക നമ്മുടെ കട്ട വീടുകളുടെ എല്ലാം എന്താന്ന് വെച്ചാൽ ഇത് ഓടെല്ലാം പൊട്ടിയിട്ട് നടുക്കുന്നെല്ലാം വെള്ളം ഇറ്റിയിട്ടൊക്കെയാണ് അതിനൊക്കെ അപകടം. ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. മുകളിൽ നുറ്റാൻ പാടില്ല, മുകളിൽ നുറ്റാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചാലൊന്നും കുഴപ്പമില്ല. മുകളിൽ നനഞ്ഞ് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഇതിപ്പോ മുകളിൽ ഇപ്പം ഇത് അതെന്താന്ന് പറഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ് ഷീറ്റാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഓടിന്റെ അടിയിൽ ഒന്ന് വൃത്തി കിട്ടും. പിന്നെ ഈ നമ്മള് ഓടിന്റെ ഇടയിൽ ഇത് വരുമല്ലോ, മറ്റേ വെള്ളം, അന്നേരം ഈ ഷീറ്റ് വെച്ചാൽ ഇത് കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ള ലീക്കായിട്ട് പുറത്തേക്ക് കുറച്ചൊക്കെ അത് പിടിക്കും, പിന്നീട്ടുണ്ടാവും. ഇതൊക്കെ സുരേന്ദ്രൻ കുക്കാനത്തിന്റെ വർക്കല്ലേ? ഇത് ചെയ്തിരിക്കുന്നത് ചോക്കുപൊടി, മരപ്പൊടി, MC-യിൽ സാധനങ്ങളുണ്ട്. ഇത് എവിടെ എടുക്കുമ്പോ കൊണ്ടുവന്ന് ഫിറ്റ് അല്ലല്ല, ഒന്നുമല്ല. ഇത് വീട് എടുത്തതിന് ശേഷം ഇത് വന്നിട്ട് ഇവിടുന്ന് തന്നെ എപ്പോഴും സമയം ആദ്യം ഒരു ഇത് ബേസ് ഉണ്ടാക്കി അതിന്റെ മേലെ അങ്ങനെ. ഈ TV സ്റ്റാൻഡൊക്കെ ഇത് ചൂര നമ്മളെ കസേരയിൽ ഉണ്ടാക്കുന്ന ചൂരപ്പണിക്കാരെ കൊണ്ടുവന്നിട്ട് അവരാക്കിയാണ്. ഉള്ളില് നേരത്തെ പറഞ്ഞ സ്റ്റെയർ കേസിന്റെ പിടിയും ചൂരലാണ്. നേരത്തെ ഇത് ശരിക്കും മറ്റേ മുളയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അന്നേരം കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ വെച്ച് പിന്നെ ആ സമയത്തെ പ്രായോഗിക ബുദ്ധിമുട്ട് വെച്ചിട്ട് പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തു. ഇപ്പൊ റൂം, ഇവിടെ ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, മുകളിലും പിന്നെ അടുക്കള. ഇത് ആത്തൻകുടി എന്ന് പറയുന്ന ടൈലാണ്, തമിഴ്നാട്ടിലെ ഹാൻഡ് മെയ്ഡ് ടൈലാണ്. ഇവിടെ ഒരു ഇരിക്കേണ്ട ഒരു സംവിധാനമൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയല്ലേ? ഇപ്പൊ ഇതിന്റെ പിന്നെ മോൾ ഭാഗം നേരത്തെ പറഞ്ഞത് മെറ്റീരിയൽ ഉപയോഗിച്ച് പിന്നെ മുകളിൽ ഓടുണ്ട്. ഓടിന്റെ ജസ്റ്റ് താഴെയായിട്ട് ഷീറ്റ് ഉപയോഗിച്ചിട്ട്. ഷീറ്റ് അതിന് മറ്റ് പ്രത്യേകത ഉണ്ട്, നമ്മുടെ ഈ വെള്ളം അബ്സോർവ് ചെയ്യുന്നില്ല. ഇത് സിമെന്റ് അല്ല, ഇത് കാൽസ്യം സിലിക്കേറ്റ് ആണ്. കാരണം ചുണ്ണാമ്പ് കല്ല് ഇത് ശരിക്കും വേസ്റ്റ് ആണ്. മറ്റേ സിമെന്റ് ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അന്നേരം കുറേ കൂടെ നമുക്ക് ഈ കാലാവസ്ഥ തണുപ്പും ചൂടും അങ്ങനെ ഇത് കാരണം അതിനതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം മറ്റു ഇത് പിന്നെ മണ്ണ് തന്നെയാണ്. പെയിന്റ് ഉപയോഗിച്ചിട്ട് റൂമിലൊന്നും എവിടെയും പെയിന്റ് ഇല്ല. മണ്ണ് സാധാ മണ്ണ് ഒരു വൈറ്റ് സിമെന്റ് ലേശം ചേർക്കുന്നു. ഇതൊക്കെ വയറിങ്ങിന്റെ ഇത് നമ്മള് സാധാരണ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ചുമരിന്റെ ആദ്യം ഒന്ന് ഇതാക്കി ഉണങ്ങിയതിന് ശേഷം ഒരു പിന്നെ മരപ്പൊടിയോ അല്ലെങ്കിൽ ഉമിയോ ഇതെല്ലാം ചേർത്തിട്ട് ഒരു മേലെ ഒരു ഇതാക്കും. അതിന് മുമ്പേ ആ ഇത് കീറിയിട്ടാണ് വയറിങ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലൊരു ഇത് ചെറിയ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ
മണ്ണ് അരിച്ചിട്ട് ഏകദേശം വൈറ്റ് സിമെന്റും ഫെവിക്കോളൊക്കെ ചേർത്തിട്ടാണ് ഇത് തേക്കുന്നത്. കഴിക്കുന്ന ഇപ്പോൾ സാധാരണ നമ്മൾ ഇത്തരം വീടെടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം ചിലവ് എങ്ങനെ ഉണ്ടാവും, എത്ര ഉണ്ടാവുന്നുള്ളത്. സുനേട്ട് അങ്ങനെ അതിന്റെ ചിലവ് കാര്യങ്ങളൊന്ന്. ചിലവ് എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ നമ്മളൊരു കല്ല് ചെത്താതെ അല്ല കല്ല് തേക്കാതെ ഒരു വീട് എടുക്കൂല്ലേ, ആ ചിലവ് ഇതിനുണ്ട്. കാരണം ഇതിന് 2 തരത്തില്. ഈ വീട്ടിന് കുറച്ച് ചിലവ് കൂടിയിട്ടുണ്ട് സാധാരണ. പിന്നെ ഈ എന്താ മറ്റേ കല്ലിന് തേക്കാതെ ഇരിക്കും. ഇത് ഇപ്പൊ മോരെ ഞാൻ പറഞ്ഞല്ലേ, ഇത് ഇത്രയും ഇങ്ങനെ പണി കൂടും. ഈ ഇത് എടുത്ത് ഇത് മറ്റേതാകുമ്പോ ഒരു ദിവസം തന്നെ വെച്ച് അങ്ങ് കയറി പോവാ. ഇതങ്ങനെ പറ്റില്ല. ഇപ്പൊ ശരിക്കും ഇങ്ങനത്തെ വീട് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പണിക്കാരെ കിട്ടുന്നുണ്ടോ? കിട്ടുക. ആ ആർക്കിടെക്ട് അദ്ദേഹത്തിന്റെ വീട് ഇപ്പൊ മണ്ണുണ്ട്. അന്നേരം കുറെ പണിക്കാരെ, ഇവിടെയുള്ള പണിക്കാരെ കുറച്ച് പഠിച്ച് അങ്ങനെയുള്ള താല്പര്യമുള്ള പണിക്കാരും വന്നിട്ടുണ്ട്. സാധാരണ ഈ കെട്ടുമ്പോഴേ കല്ലിന്റെ അതേ ഇതന്നെയല്ലേ ചുമരിന് വരുന്നത് വരുന്നുണ്ടല്ലോ ശരിക്കും. ഇത് പിന്നെ ഇത് മണ്ണ് ആകുമ്പോ ഇത് എങ്ങനെ ഏത് രീതിയിലും ഷേപ്പിലും ഇതൊക്കെ വളച്ചെടുക്കാം. ഇവിടെയൊക്കെ ശരിക്കും ആ രീതിയിൽ കാണുന്നുള്ളേ, ഒരു കർവായിട്ട് കാണുന്നുണ്ട് ശരിക്കും. ആ മണ്ണായോണ്ട് എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്നില്ല. മണ്ണിന് ഒരു ഒഴുക്കുണ്ടല്ലോ. അതെ അതെ അതെ. മക്കള് രണ്ടാൾക്കാർ. ഇത് പൃഥ്വി, ഇവിടെ ഇളയാളാണ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? അതെയാ. മൂത്താള് 10ാം ക്ലാസ്സിലാണ്. പ്രകൃതി. അതെ. എവിടെ? സെന്റ് തെരേസാസ്. അതെ. ഇന്ന് ക്ലാസ് പോയിട്ട് ക്ലാസ് ഉണ്ടല്ലേ. ഭാര്യ വക്കീലായിരുന്നു, ഇപ്പം KSF. ഇവിടെ കണ്ണൂർ. കർട്ടൻ മുള നേരത്തെ വയനാട്. ഉറവിന്റെ വീടിന് പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു വെള്ളം ഒഴുകുന്ന ഒരു സംവിധാനം ആക്കിയിട്ടുണ്ട്. അപ്പോൾ സുനേട്ടത് എങ്ങനെയത്? കല്ലാണ് ഇത് ശരിക്കും? അല്ല, ഇത് കല്ലും ഇവിടെയുള്ള വേസ്റ്റ് കല്ലുകൾ അതിൻ്റെ മേലെ സിമെന്റ് ഇതാക്കിയിട്ട് ഒരു കരിങ്കല്ല്. അങ്ങുള്ള അതെല്ലാം കരിങ്കല്ല് തന്നെയാണ് ശരിക്കുള്ള. പക്ഷേ വെള്ളം ഇവിടെ നിന്ന് നേരെ വെള്ളം പോയി ഇങ്ങനെ തിരിച്ചു വരും. അന്നേരം ഒരു ഏറിയേഷൻ ഉണ്ടാവും. അന്നേരം ഈ ഗപ്പി ഇതെല്ലാം നിൽക്കുന്നോണ്ട് കൊതുവെല്ലാം ഗപ്പി വളർത്തുന്നു. പിന്നെ ഗപ്പി ഉണ്ടാവും. പിന്നെ തുമ്പികൾ വരുമ്പോ അവര് മുട്ടയിടും. അങ്ങനെ കൊതുക് പ്രകൃതി. ഈ വിളക്ക് ഇത് വിളക്കല്ല. ഇത് സത്യം പറഞ്ഞാല് നമ്മുടെ ഇതില്ല, അമ്മിയില്ലേ, ഗ്രൈൻഡറിന്റെ ഇത് വെച്ചിട്ട് വിളക്ക് പോലെ ആക്കിയത്. ഗ്രൈൻഡർ പൊളിച്ച് കളയല്ലോ, അതിന്റെ വേസ്റ്റ് ആണിത്. ഇത് ഗ്രൈൻഡറിന്റെ തന്നെ അമ്മിക്കുട്ടി. കാട്ടാമ്പള്ളിയുടെ വേസ്റ്റ് പെറുക്കിയതാ. അല്ല, എന്നിട്ട് നമ്മൾ തന്നെ എടുത്തു വെച്ച് ഇവര് ഇത് ആക്കുമ്പോ അവരോട് സിമെന്റ് കാണുമ്പോ ശരിക്കും നമ്മളെ അമ്പലത്തിലെ വിളക്ക് പോലെ തന്നെ ഉണ്ട്. കാണുമ്പോ കത്തിക്കലുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ദീപാവലിക്കൊക്കെ കത്തിക്കാൻ. ഇത് കരിങ്കല്ല് ജസ്റ്റ് ഇത് നമ്മളെ ജനല് പോലെ. ജനലല്ല, നമ്മള് ഇത് വേലിക്കല്ലില്ലേ, വേലിക്കല്ല. ഇത് വയനാട്ടിൽ നിന്ന് പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഉറപ്പിന് വേണ്ടി കമ്പി വെച്ചു. അപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനത്തെ വീട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കുറെ ആൾക്കാർ വരാറോ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണമെന്ന് വിചാരിച്ചാൽ മറ്റുള്ളവർ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല. എല്ലാവർക്കും ഇപ്പോഴും എന്നോട് ഇപ്പോഴും പല കാണുന്നതിന്റെ വീടിലും അതേപോലെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് അതിന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. മണ്ണ് എന്ന് പറയുമ്പോൾ ഒരു പേടി. എന്തായാലും നമ്മളെ ഈ ചാനലിലൂടെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വലിയ കാര്യമായി. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരൊക്കെ വീടെടുക്കുമ്പോൾ ഈ വ്യത്യസ്ത ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ. അല്ല, ഇത് വ്യത്യസ്തതേൻ്റെ അല്ല, നിലനിൽപ്പിന്റെ പ്രശ്നം. അതെ, പ്രകൃതി നമ്മുടെ പരിസ്ഥിതി ആയിട്ടുള്ളൊരു. കൂടുതൽ സിമെന്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ
കൂടുതൽ ചൂട് കൂടും. ഈ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. അതെ അതെ. അതിനെ പ്രതിരോധിക്കാൻ ഇതല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല. മാർഗങ്ങളില്ല. ഇപ്പം വീടെടുക്കാണ്ടിരിക്കാൻ പലർക്കും പറ്റൂല. അതെ അതെ. നില നമ്മൾ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് വലിയ പ്രശ്നം. വളരെ സന്തോഷത്തിന് കേട്ടോ നല്ല ഇതിൽ പറഞ്ഞു തന്നതിന്. അപ്പോൾ നമ്മളെ ചാനലിലൂടെ ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളും വീടുകൾ ആൾക്കാരൊക്കെ ഇനിയും പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമസ്കാരം.